മൈ ഡിയർ അപ്പെക്സ് മെമ്പേഴ്സ്, എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. എല്ലാവരും അവനവൻ്റെ കയ്യിൽ മാക്സിമം അപ്പെക്സ് ടോക്കൺ എത്രമാത്രം ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏറ്റവും ലോ പ്രൈസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വളരെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് വലിയ വലിയ ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, അപ്പെക്സ് ടോക്കൺ എല്ലാവരും ഒരു 15,000 ആകെ 2,000 രൂപ, അതുപോലെ തന്നെ ഒരു 50,000 ഒരു 3,000 4,000 ഇടയിലുള്ള രൂപ, അങ്ങനെയൊക്കെ മതി. അപ്പോൾ ചെറിയ ചെറിയ പൈസക്ക് വലിയൊരു ക്വാണ്ടിറ്റി കിട്ടും. ഒരു 50,000 ടോക്കൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ 1 രൂപ പ്രൈസിലെത്തി കഴിഞ്ഞാൽ അത് 50,000 രൂപയായി. 2 രൂപ എത്തിക്കഴിഞ്ഞത് 1,00,000ആയി. അതാണ് ക്രിപ്റ്റോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ കുറഞ്ഞ പ്രൈസിൻ്റെ ഈ ഒരു വേരിയേഷൻ ഉപയോഗിക്കുക. പിന്നീട് ഒരു പക്ഷെ പ്രൈസൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമ്മൾ ചിലവാക്കുന്ന ഫണ്ടിൻ്റെ ഇരട്ടിയൊക്കെ നമ്മൾ പിന്നീടും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യമൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് നോട്ട് ചെയ്യുക. എല്ലാവരും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. മാക്സിമം പറ്റാവുന്ന ആളുകൾ ഈ കുറഞ്ഞ സമയത്ത് മാക്സിമം അപ്പെക്സ് ടോക്കൺ ബൈ ചെയ്ത് സ്റ്റേക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ഒരു ഫ്യൂച്ചറാണ്. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരിക്കും ഇതിൻ്റെ പ്രൈസൊക്കെ കയറി പോവുക. നമുക്കറിയാം, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കമ്മ്യൂണിറ്റി ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്നത് ഇത്ര ജെന്യൂനായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി, അതായത് 5 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത, ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ചെയ്ത, മെറ്റാമാസ്ക്, BSC സ്കാൻ, ബിനാൻസിൻ്റെ Web3 വാലറ്റ് തുടങ്ങി ഇതിലൊന്നും ലിസ്റ്റ് ചെയ്ത അത്ര ജെന്യൂനായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി നോർത്ത് ഇന്ത്യക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ ഭയങ്കര ഹൈപ്പിലാണ് അവിടുത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറമായിരിക്കും ഇതിൻ്റെ പ്രൈസ്. ആ സമയത്ത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി വെക്കാം എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ ചിലവാക്കുന്നതിൻ്റെ ഡബിളും ട്രിപ്പിളൊക്കെ ആയിട്ട് ഫണ്ട് നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.